ഗുഡ് മോർണിംഗ്. മാനേജറിയൽ എക്കണോമിക്സിലത്തെ തേർഡ് ചാപ്റ്റർ പ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ ഉണ്ടാവുമ്പോൾ കമ്പനിക്ക് ഉണ്ടാവുന്ന കോസ്റ്റ് അഡ്വാൻറ്റേജിനെ വിളിക്കുന്ന പേരാണ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൽ മെയിനായിട്ടും രണ്ട് ടൈപ്പ് ഓഫ് എക്കണോമിക്സ് ഓഫ് സ്കെയിലാണുള്ളത്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ കോസ്റ്റ് അഡ്വാൻറ്റേജ് വിതിൻ ദ ഫേം ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റേർണൽ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. അതിൽ രണ്ട് ടൈപ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. ഏതൊക്കെയാണെന്ന് രണ്ട് ടൈപ്സ്? ഫസ്റ്റ് വൺ ടെക്നിക്കൽ എക്കണോമിക്സ് ആണ്. നമ്മൾ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ കൂട്ടുമ്പോൾ നമ്മുടെ കമ്പനിയിൽ പല തരത്തിലുള്ള ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻസും ഉണ്ടാവും. അത് കമ്പനിക്ക് ബെനിഫിഷ്യൽ ആയിട്ട് മാറും. സെക്കൻഡ് വൺ മാനേജറിയൽ എക്കണോമിക്സ് ആണ്. നമ്മളിതുപോലെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ആ പ്രൊഡക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പുതിയ ന്യൂ മാനേജറിയൽ സ്റ്റാഫിനൊക്കെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പുതിയ മാനേജറിയൽ സ്കിൽസും വിഷൻസും ഒക്കെ നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ആ രണ്ടെണ്ണം ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. ഇനിയും അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ട്, നമുക്കത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. തേർഡ് ടൈപ്പ് ഈസ് കമേഴ്സ്യൽ എക്കണോമിക്സ്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഇൻറ്റേർണൽ എക്കണോമിക്സ് ആണ് കമേഴ്സ്യൽ എക്കണോമിക്സ്. ലാർജ് ഫേംസ് റിക്വയർ റോ മെറ്റീരിയൽസ് ഓഫ് bulk quantity. The firm gets discount on account of bulk purchases. Transportation cost will be minimum. ഇതാണ് കമേഴ്സ്യൽ എക്കണോമിക്സിൽ വരുന്ന മൂന്ന് മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ കൂട്ടാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ അതിൻ്റെ ഇൻപുട്ടിലെ ഒന്നായ റോ മെറ്റീരിയൽ നമ്മൾ കൂടുതൽ മേടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബൾക്ക് പർച്ചേസസ് നമ്മുടെ സപ്ലൈയുടെ കയ്യിൽ നിന്ന് റോ മെറ്റീരിയൽ ബൾക്കായിട്ട് കുറേ നമ്പറായിട്ട് നമ്മൾ മേടിക്കും. അങ്ങനെ നമുക്ക് ബൾക്ക് പർച്ചേസസ് നടത്തുമ്പോൾ നമ്മുടെ സപ്ലയർ നമുക്ക് ഡിസ്കൗണ്ടിൽ തരും. നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ കുറേ സാധനം കൂടുതൽ മേടിക്കുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് തരും നമ്മൾ മേടിക്കുന്ന ആൾക്കാർ. അപ്പോൾ അതുപോലെ ഫേംസിനും സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ കൂട്ടുന്നതിനനുസരിച്ച് കൂടുതൽ റോ മെറ്റീരിയലിൻ്റെ റിക്വയർമെൻറ്റ് വരും. ആ റോ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനായിട്ട് സപ്ലൈയുടെ കയ്യിൽ നിന്ന് കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ മോർ ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സപ്ലയർ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യും. അത് നമുക്ക് കമ്പനിക്ക് ലാഭകരമായിരിക്കും. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വിൽ ബി മിനിമം. നമുക്കിത് എന്തായാലും റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ട് അത് നമുക്ക് സപ്ലൈയുടെ കയ്യിൽ നിന്ന് നമ്മുടെ പ്ലാന്റിലേക്ക് എവിടെയാണോ നമ്മുടെ പ്രൊഡക്ഷൻ നടക്കുന്നത് അവിടേക്ക് കൊണ്ടുവരണം. മേ ബി ചിലപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ വാടകയ്ക്ക് വിളിക്കും. എന്ത് തന്നെ ആയാലും രണ്ടിനും അതിൻ്റേതായിട്ടുള്ള കോസ്റ്റ് ഉണ്ട്. വാടകയ്ക്ക് വിളിക്കുകയാണെങ്കിൽ റെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ സ്വന്തമാണെങ്കിൽ അത് മേടിക്കാനുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആവശ്യം വരും. അപ്പോൾ നമ്മളിപ്പോൾ 100 യൂണിറ്റ് കൊണ്ടുവന്നാലും 200 യൂണിറ്റ് കൊണ്ടുവന്നാലും നമുക്ക് സെയിം കോസ്റ്റ് തന്നെയാണ് വരിക. അപ്പോൾ ഏതാ ലാഭകരം? 200 യൂണിറ്റാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ 100 യൂണിറ്റാണ് കൊണ്ടുവന്നിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മുടെ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ കൂടിയത് കൊണ്ട് നമുക്കിപ്പോൾ 200 യൂണിറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. അത് നമ്മൾ പർച്ചേസ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ട്രിപ്പിന് 1000 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്രയും നാൾ 100 ക്വാണ്ടിറ്റി കൊണ്ടുവരാനായിട്ട് നമുക്ക് 1000 റുപ്പീസ് ചിലവായിരുന്നു. അപ്പോൾ ഒരു യൂണിറ്റിന് 10 രൂപ വെച്ചിട്ടാണ് ചിലവ് വരിക. അതേസമയം ഇപ്പോൾ നമുക്ക് എത്ര യൂണിറ്റാണ് കൊണ്ടുവരണം? നമ്മൾ 200 യൂണിറ്റ്സ് ആണ് കൊണ്ടുവരുന്നത്. 200 യൂണിറ്റ്സിനും എത്ര രൂപ തന്നെയാണ്? 1000 രൂപ തന്നെയാണ്. അപ്പോൾ ഒരു യൂണിറ്റിന് 5 രൂപ വെച്ചിട്ട് നമുക്ക് ചിലവ് വരുള്ളൂ. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള കമേഴ്സ്യൽ ബെനിഫിറ്റ്സ് ആണ് കമ്പനിക്ക് ഉണ്ടാവുക. ലാർജ് സ്കെയിലിൽ പർച്ചേസ് നടത്തുമ്പോൾ ഡിസ്കൗണ്ട് കിട്ടും, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കുറയ്ക്കാനായിട്ട് പറ്റും. Then the fourth one is marketing economics. Large firms sell a large quantity. Selling expenses per unit falls. They can spend large amount for advertisement, which brings more sales. Large firms able to undertake market research to identify needs and changing preferences of the കസ്റ്റമേഴ്സ്. അപ്പോൾ അങ്ങനെ ഇതിൽ മെയിനായിട്ട് 3 പോയിന്റ്സ് ആണ് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? നമുക്ക് ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ്റെ ആവശ്യം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ നടത്തിയിട്ട് നമ്മളത് എന്ത് ചെയ്യും? മൊത്തം നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തിക്കും. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി ലാർജ് സ്കെയിലിൽ നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് സെല്ലിംഗ് എക്സ്പെൻസസ് കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയാലും നമ്മളിത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഈ ഫിനിഷ്ഡ് ഗുഡ്സ് മാർക്കറ്റിലേക്ക് എത്തിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവർക്ക് അതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നേരത്തെ പറഞ്ഞോണം. ഇത്രയും നാളും ഫിനിഷ്ഡ് ഗുഡ്സ് 100 യൂണിറ്റാണ് കൊണ്ടുപോയിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ കൂട്ടിയത് കൊണ്ട് നമുക്ക് അറ്റ് എ ടൈം 200 യൂണിറ്റ് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ 200 യൂണിറ്റ് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കോസ്റ്റ്
കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ അഡ്വർടൈസ്മെന്റ്, നമുക്കറിയാം സെയിൽസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പബ്ലിക്കിനെ അറിയിക്കാനുള്ള ഒരു മോഡാണ് എന്തെന്ന് പറയുന്നത് ഈ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് നമുക്ക് സ്പ്ലിറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും നാൾ ഞാൻ അറ്റ് എ ടൈം 100 യൂണിറ്റ്സ് ഞാൻ മാർക്കറ്റിലേക്ക് എത്തിച്ചിരുന്നുള്ളൂ. ഇപ്പം ഞാൻ 200 യൂണിറ്റ്സ് എത്തിക്കുന്നു. അപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു പരസ്യത്തിന്, ഒരു അഡ്വർടൈസ്മെന്റിന് ഇഫക്റ്റ് എത്ര പ്രൊഡക്റ്റിന് കിട്ടുന്നുണ്ട്? 200 പ്രൊഡക്റ്റിന് കിട്ടുന്നുണ്ട് പെർ ഡേ. അപ്പോൾ അവിടെ നമുക്ക് ആ കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതിൻ്റെ പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടും ചെയ്യും. അതുപോലെ ലാർജ് ഫേംസ് ആർ ഏബിൾ ടു അണ്ടർടേക്ക് മാർക്കറ്റ് റിസർച്ച് ടു ഐഡൻറ്റിഫൈ ദ നീഡ്സ് ആൻഡ് ചേഞ്ചിങ് പ്രിഫറൻസസ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. ലാർജ് ഫേംസിന് മാത്രമേ, നമുക്കറിയാം നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ താല്പര്യപ്രകാരമായിരിക്കരുത്. ആരുടെ ടേസ്റ്റും പ്രിഫറൻസും നോക്കിയിട്ട് വേണം, ഓരോ കൺസ്യൂമറിൻ്റെയും ടേസ്റ്റും പ്രിഫറൻസസും നോക്കിയിട്ട് വേണം നമ്മൾ പ്രൊഡക്ഷൻ നടത്താനായിട്ട്. അങ്ങനെ ഒരു സർവേ നടത്തിയിട്ട് വേണം ഓരോ കൺസ്യൂമറും എന്താണ് പ്രിഫർ ചെയ്യുന്നത്, അവർക്ക് ഇപ്പോൾ എന്താണ് താല്പര്യം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിസർച്ച് നടത്തണം. അത് ഇത്തിരി ചിലവുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഈ റിസർച്ച് നടക്കാന്ന് വെച്ചാൽ. അപ്പോൾ ഇങ്ങനെ ലാർജ് ഫേംസിൽ മാത്രമേ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും പ്രിഫറൻസസും എൻക്വയർ ചെയ്യാനായിട്ട് റിസർച്ച് നടത്താനായിട്ടുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊരു മാർക്കറ്റിംഗ് എക്കണോമിക്സ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നാലാമത്തായിട്ട് വരുന്നത്. അവർക്ക് ലാർജ് സ്കെയിലിൽ സെയിൽസ് നടത്താൻ പറ്റും, കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അഡ്വർടൈസ്മെൻറ്റ് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ട് എല്ലാ പ്രൊഡക്റ്റിൻ്റെ മുകളിലും കവറേജ് കിട്ടും. അതുപോലെ ദേ ക്യാൻ അണ്ടർടേക്ക് മാർക്കറ്റ് റിസർച്ച് റിഗാർഡിംഗ് ദ ചേഞ്ചിങ് നീഡ്സ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദി കൺസ്യൂമർ. ഓക്കെ, അപ്പോൾ മൊത്തം ഇപ്പോൾ 4 കഴിഞ്ഞു. ഇനിയുണ്ട് നെക്സ്റ്റ് ഈസ് ഫിനാൻഷ്യൽ ഇക്കണോമിക്സ്. Large firms enjoy reputation in the capital market. It can borrow money very easily on favorable terms. It gets loans at lower rate of interest from banks and financial institutions. അതായത് ഫിനാൻഷ്യൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെ നിന്നാണ് നമുക്ക് ലോങ് ടേം ഫണ്ട്സ് കിട്ടുക, നമുക്ക് കമ്പനി ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലോങ് ടേം ഫണ്ടുകൾ മൊബിലൈസ് ചെയ്യാൻ പറ്റാവുന്ന മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഞാനൊരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ലാർജ് കമ്പനി ആണെങ്കിൽ എനിക്ക് ക്യാപിറ്റൽ മാർക്കറ്റിൽ നല്ലൊരു റെപ്യൂട്ടേഷൻ ഉണ്ടാവും. അങ്ങനെ റെപ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ് വന്നാൽ നമുക്ക് ഫണ്ട് ഈസി ആയിട്ട് അധികം ഡിലേ ഇല്ലാണ്ട് മൊബിലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഗെറ്റ്സ് ലോവർ റേറ്റ് ലോൺസ് അറ്റ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്. നമുക്ക് അതുപോലെ നമുക്കിപ്പോൾ നല്ലൊരു ഫിനാൻഷ്യൽ റെപ്യൂട്ടഡ് കമ്പനി ആണെങ്കിൽ ലോങ് പീരീഡിലേക്കൊക്കെ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അലൗ ചെയ്ത് തരും. അപ്പോൾ അതാണ് വിളിക്കുന്നതാണ് ഫിനാൻഷ്യൽ എക്കണോമിക്സ്. ലാർജ് സ്കെയിൽ കമ്പനികളാണെങ്കിൽ അവർക്ക് ക്യാപിറ്റൽ മാർക്കറ്റിൽ നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ് വന്നാൽ അധികം ഡിലേ ഇല്ലാണ്ട് ഫാസ്റ്റ് ആയിട്ട് അവർക്ക് മണി ബോറോ ചെയ്യാനായിട്ട് പറ്റും. അറ്റ് ദ സെയിം ടൈം ദേ ഗെറ്റ് ലോൺസ് അറ്റ് ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, അറ്റ് ദ തേർഡ് വൺ ഫിനാൻഷ്യൽ എക്കണോമിക്സ്. സിക്സ്ത് വൺ ഈസ് റിസ്ക് ആൻഡ് സർവൈവൽ എക്കണോമിക്സ്. Bigger firms are in a better position to spread risk through diversification. Large firms produce a variety of products. A fall in demand for any one product can be offset by the rise in demand of other product. അതായത് റിസ്ക് ആൻഡ് സർവൈവൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ലാർജ് കമ്പനികളാണെങ്കിൽ അവർക്ക് ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാവുക, കുറേ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. അതായത് അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് അവർ പല പല പ്രൊഡക്റ്റുകളിലായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ചെറിയൊരു കമ്പനിയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു സോപ്പ് മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ചെറിയൊരു കമ്പനി ആണെങ്കിൽ അവർ ചിലപ്പോൾ ബാത്ത് സോപ്പ് മാത്രമായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുള്ളൂ, അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അതേസമയം ഒരു ബിഗ് ഫേം ആണെങ്കിൽ അവർ ചിലപ്പോൾ ബാത്ത് സോപ്പ് ഉണ്ടാക്കുന്നുണ്ടാവും, ഷാംപൂസ് ഉണ്ടാക്കുന്നുണ്ടാവും, അതുപോലെ ഡിറ്റർജൻറ്റുകൾ ഉണ്ടാക്കുന്നുണ്ടാവും, അതിൻ്റെ പൗഡറും ബാറും ഒക്കെ ആയിട്ട് പല രീതിയിലുള്ള വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സുകൾ അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൽ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു ഷാംപൂ ഫെയിലിയർ ആയെന്ന് വിചാരിക്കുക, അവിടെ നഷ്ടം ഉണ്ടാകും. അവരുണ്ടാക്കുന്ന ഷാംപൂവിന് അധികം ഡിമാൻഡ് ഇല്ല, അതവിടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. പക്ഷെ അവർക്ക് ആ ലോസ് എന്ത് വെച്ച് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും? മറ്റു പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ ബാത്ത് സോപ്പ് ആയാലും ഡിറ്റർജൻറ്റ് സോപ്പ്, മറ്റേ വാഷിംഗ് സോപ്പ് ആയാലും ഡിറ്റർജൻറ്റ്സ് ആയാലും ഏതിലായാലും അത് വെച്ച് അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം ഞാനൊരു സിംഗിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുള്ളൂ, ആ സിംഗിൾ പ്രൊഡക്റ്റ് ഫെയിലിയർ ആയാൽ നമുക്ക് ചിലപ്പോൾ ബിഗ് ലോസ് വന്നിട്ട് പ്രൊഡക്ഷൻ നിർത്തിവെക്കേണ്ട അവസ്ഥ വരെ
വരാം. അപ്പോൾ ലാർജ് ഫേംസിന് എന്തിനുള്ള സാധ്യതകളുണ്ട്? ഡൈവേഴ്സിഫിക്കേഷനുള്ള സാധ്യതകളുണ്ട്. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രൊഡക്ഷൻ നടത്തുന്ന കമ്പനികൾ, അതിന് വിളിക്കുന്ന പേരാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. അവർ വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൽ ഫെയിലിയർ ഉണ്ടായാൽ അതിലത്തെ നഷ്ടം അവർക്ക് മറ്റ് പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന ലാഭം വെച്ചിട്ട് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് റിസ്ക് ആൻഡ് സർവൈവൽ എക്കണോമീസ്. ഈ ഒരു ബെനിഫിറ്റ് ആർക്കും മാത്രമേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ? ലാർജ് കമ്പനികൾക്ക്, മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് പ്രൊഡക്ഷൻ നടത്തുന്ന കമ്പനികൾക്ക് മാത്രമേ ഈ ഒരു ബെനിഫിറ്റ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ അത് ആറാമത്തേതാണ് റിസ്ക് ആൻഡ് സർവൈവൽ എക്കണോമീസ്. ലാസ്റ്റ് വൺ ഈസ് വെൽഫെയർ എക്കണോമിക്സ്. ഇന്റേണൽ എക്കണോമിക്സിൻ്റെ ഏഴാമത്തെ ടൈപ്പാണ് വെൽഫെയർ എക്കണോമിക്സ്. എ ലാർജ് ഫേം ക്യാൻ പ്രൊവൈഡ് വെൽഫെയർ ഫെസിലിറ്റീസ് ടു ഇറ്റ്സ് എംപ്ലോയീസ് സച്ച് ആസ് സബ്സിഡൈസ്ഡ് ഹൗസിംഗ്, ക്യാൻറ്റീൻസ്, ക്രഷസ്, എക്സെട്ര. All these will raise the efficiency of human resources production and reduce cost. അതായത് വെൽഫെയർ എന്ന് വെച്ചാൽ എന്താണ്? കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും പല വലിയ വലിയ കമ്പനികൾ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് പറയുന്നുണ്ട്. സബ്സിഡൈസ് ഹൗസിംഗ്, ക്യാൻറ്റീൻസ്, ക്രഷസ്, എക്സെട്ര. അക്കോമഡേഷൻ ഫെസിലിറ്റി ചിലർ പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ ക്യാൻറ്റീൻ, റേറ്റ് കുറവിൽ ഫുഡ് അവൈലബിൾ ആവുള്ള ക്യാൻറ്റീൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ അവർ കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ടിരുത്താനുള്ള ക്രഷസ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പല പല വെൽഫെയർ ഓഫേഴ്സും അല്ലെങ്കിൽ വെൽഫെയർ ഫെസിലിറ്റീസും ബിഗ് ഓർഗനൈസേഷൻസ് ഓഫർ ചെയ്യും അവരുടെ എംപ്ലോയീസിന്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്ത എംപ്ലോയീസിനെ നമ്മുടെ കമ്പനിയിൽ റീറ്റെയിൻ ചെയ്യാനും അപ്പോൾ തന്നെ അവർക്ക് ഈ ഒരു വെൽഫെയർ ഫെസിലിറ്റീസും ഒക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ എംപ്ലോയീസിന് നമ്മുടെ കമ്പനിയോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. എനിക്കൊക്കെ ഇന്ന കാര്യങ്ങളൊക്കെ കമ്പനി ചെയ്ത് തരുന്നുണ്ട്, അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് ഞാൻ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യണം എന്നൊരു ഫീലിംഗ് ഓരോ എംപ്ലോയീസിൻ്റെ മൈൻഡിലും ഉണ്ടാവും. അവർ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും, അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടും, കോസ്റ്റുകൾ കുറയ്ക്കാനായിട്ട് പറ്റും, കമ്പനിക്ക് ലാഭകരമാവും ചെയ്യും. അപ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് വെൽഫെയർ എക്കണോമിക്സ്. അപ്പോൾ ഈ ഫെസിലിറ്റീസ് ഒക്കെ ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻസിന് മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സ്മോൾ സ്കെയിൽ ആണെങ്കിൽ ഇതൊന്നും ഓഫർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ 7 ടൈപ്സ് ഓഫ് ഇന്റേണൽ എക്കണോമീസ് ആണുള്ളത്. രണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ ഉണ്ടാവും, മാനേജറിയൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും, ബൾക്ക് പർച്ചേസ് നടത്തുമ്പോൾ ഡിസ്കൗണ്ട് കിട്ടും, മാർക്കറ്റിംഗ് ക്യാപ്പബിലിറ്റീസ് ഒക്കെ നമുക്ക് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ പ്രോപ്പറായിട്ട് നടത്താൻ പറ്റും, മാർക്കറ്റിംഗ് റിസർച്ച് അണ്ടർടേക്കൺ ചെയ്യാനായിട്ട് പറ്റും, ഫണ്ടൊക്കെ വെരി ഫാസ്റ്റായിട്ടും ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനും നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് മൊബിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഡൈവേഴ്സിഫിക്കേഷനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഫെയിലിയർ ആയാലും ആ നഷ്ടം മറ്റ് പ്രൊഡക്റ്റിൻ്റെ സക്സസ്സിൽ നിന്ന് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പറ്റും. വെൽഫെയർ ഫെസിലിറ്റീസും ഒക്കെ കമ്പനിയുടെ എംപ്ലോയീസിനെ കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനും പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈസ് എക്സ്റ്റേണൽ എക്കണോമീസ്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് എന്താണ്? കമ്പനിയുടെ ഉള്ളിലുണ്ടാവുന്ന ലാഭങ്ങളാണ്. ഇനി നമ്മൾ എന്താണ്? എക്സ്റ്റേണൽ, പുറത്ത് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് കമ്പനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. വെൻ മെനി ഫേംസ് എക്സ്പാൻഡ്സ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ ഈച്ച് ഫേംസ് ഗെറ്റ് എ നമ്പർ ഓഫ് അഡ്വാൻറ്റേജ്. അപ്പോൾ ഇങ്ങനെ ലാർജ് സ്കെയിലൊക്കെ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ നമ്മുടെ കമ്പനി ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാണ്. അങ്ങനെ എല്ലാ കമ്പനികളും ഇതുപോലെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തി എക്സ്പാൻഷൻ വരാണെങ്കിൽ ഓരോ ഫേമിനും പുറമെ ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷനും ഗെറ്റ് എ ലാർജ് നമ്പർ ഓഫ് അഡ്വാൻറ്റേജസ്. ദീസ് ആർ നോൺ ആസ് എക്സ്റ്റേണൽ എക്കണോമീസ്. അപ്പോൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഒരു കമ്പനിയുടെ ഔട്ട്സൈഡിൽ എന്തെല്ലാം ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ടോ, എന്തെല്ലാം കോസ്റ്റ് അഡ്വാൻറ്റേജസ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ എക്കണോമിക്സ്. These are enjoyed by all firms in common due to the expansion of the industry. ഇതുപോലെ എല്ലാ കമ്പനികളും പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്തത് കൊണ്ട് എല്ലാവർക്കും കോമൺ ആയിട്ട് കിട്ടുന്ന അഡ്വാൻറ്റേജ്, നേരത്തെ പറഞ്ഞത് എന്താണ്? ഓരോ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷനും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഫേംസിനും സ്പെസിഫിക് ആയിട്ട് കിട്ടുന്ന അഡ്വാൻറ്റേജസ് ആണ് ഇന്റേണൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇത് സ്പെസിഫിക് അല്ല, കോമൺ ടു ഓൾ ആണ്. എല്ലാവർക്കും ഇതുപോലത്തെ അഡ്വാൻറ്റേജസ് കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ എക്കണോമീസ്. These are those economies which are available to all firms in the industry when the industry expand. നമ്മുടെ ഇൻഡസ്ട്രി എക്സ്പാൻഡ് ചെയ്തത് കൊണ്ട് ആ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ഫേംസിനും കോമൺ ആയിട്ട് കിട്ടുന്ന കോസ്റ്റ് അഡ്വാൻറ്റേജിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ എക്കണോമീസ്.
ക്ലിയർ ആയില്ലേ? അതായത് കമ്പനിക്ക് മാത്രം, ഒരു ഇൻഡിവിജ്വൽ ഫേമിന് മാത്രമായിട്ടല്ല. നേരത്തെ നമ്മൾ പഠിച്ചത് എനിക്ക് മാത്രം കിട്ടുന്നത്, ഞാൻ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്നത് കൊണ്ട് എനിക്ക് മാത്രം കിട്ടുന്ന അഡ്വാൻറ്റേജസ് ആണ് ഇന്റേണൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എനിക്കും കിട്ടുന്നുണ്ട്, അതുപോലെ ബാക്കിയുള്ള എൻ്റെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള എല്ലാ ഫേംസിനും കോമൺ ആയിട്ട് കിട്ടുന്ന കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് ഏതൊക്കെ നമ്മൾ ടൈപ്സിൽ ഇനി പഠിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ എക്കണോമിക്സ്. These are also called pecuniary economics. അതിൻ്റെ വേറൊരു പേരാണ് എക്സ്റ്റേണൽ എക്കണോമിക്സിൻ്റെ വേറൊരു പേരാണ് pecuniary economics. നേരത്തെ ഇന്റേണൽ റിയൽ എക്കണോമിക്സ് പഠിച്ചത്, അതുപോലെ ഇതിൻ്റെ അതർ നെയിമാണ് pecuniary economics. ക്ലിയർ ആയില്ലേ? അപ്പോൾ എക്സ്റ്റേണൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ്, പുറമത്തുള്ള എല്ലാ ഫേംസിനും കോമൺ ആയിട്ട് കിട്ടുന്ന കോസ്റ്റ് അഡ്വാൻറ്റേജിന് വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ എക്കണോമിക്സ്. ഓക്കെ. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് എക്സ്റ്റേണൽ എക്കണോമിക്സ്. നമ്മൾ നേരത്തെ ഇന്റേണൽ എക്കണോമിക്സിൻ്റെ ടൈപ്പ് പഠിച്ചോണം തന്നെ ഇതിനും ടൈപ്സ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് എക്കണോമീസ് ഓഫ് കോൺസെൻട്രേഷൻ. When a large number of firms concentrate in an area, then all these firms get some common benefits. These include improved transport and banking system, better means of communication, easy supply of raw materials, etc. അതായത് നമ്മളിപ്പോൾ ഞാൻ മാത്രമല്ല സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ കൂട്ടുന്നത്, എല്ലാ കമ്പനികളും സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ കൂട്ടി എല്ലാവരും എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ കമ്പനികൾക്കും അപ്ഗ്രഡേഷൻ ഉണ്ടായാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആയി, ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു നല്ലൊരു ബിസിനസ് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ബാങ്കുകളും അവിടെ അവരുടെ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യും. അവരുടെ അക്കൗണ്ടുകൾ കിട്ടാനായിട്ട്, അവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ട്സ് കിട്ടാനായിട്ട് അവിടെ നിയർ ബൈയിലുള്ള കുറേ സ്ഥലങ്ങളിൽ അവർ പുതിയ പുതിയ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യും. അതുപോലെ അവിടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ നമുക്ക് സ്പീഡായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഫാസ്റ്റായിട്ടും ഈസി ആയിട്ടും റോ മെറ്റീരിയൽസ് ഒക്കെ സപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും കോമൺ ആയിട്ടുള്ളത്. ഇപ്പോൾ ബാങ്കിങ് വന്നാൽ എനിക്ക് മാത്രമായിട്ടൊരു ബാങ്ക് അല്ല. അപ്പോൾ എൻ്റെ ഒരു പ്രദേശത്ത് ഒരു 5-6 കമ്പനികൾ ഉണ്ടെങ്കിൽ ആ 5-6 കമ്പനികൾക്കും ഈ ബാങ്കിങ് ഫെസിലിറ്റി ഉപയോഗിക്കാം, ഈ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉപയോഗിക്കാം, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഇൻഡിവിജ്വൽ ആയിട്ടല്ല, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. അതാണ് അതിൽ ഒന്നാമതാണ് എക്കണോമീസ് ഓഫ് കോൺസെൻട്രേഷൻ. എല്ലാ കമ്പനികളും ഒരു സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രദേശത്ത് ആ ഒരു ലൊക്കാലിറ്റിക്ക് അപ്ഗ്രഡേഷൻസ് ഉണ്ടാവും. അതാണ് ഫസ്റ്റ് വൺ ആയിട്ട് വരുന്നത്. Second one is economies of information. When the number of firms in an industry increases, it becomes possible for them to undertake some activities collectively. They may undertake research, experiments, etc. Information regarding such studies are published in journals and bulletins for the benefits of all firms in the industry. അതായത് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ അപ്ഗ്രഡേഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മാർക്കറ്റിംഗ് റിസർച്ച് അണ്ടർടേക്കൺ ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിംഗ് റിസർച്ച് മാത്രമല്ല പല ഏരിയകളിലും നമുക്ക് ഡിഫറെൻറ്റ് ടോപ്പിക്കുകൾ എടുത്തിട്ട് റിസർച്ച് അണ്ടർടേക്കൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വെൽ ഡെവലപ്ഡ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻസ് ഒക്കെ നടത്തുന്ന കമ്പനികൾ ക്ലബ്ബ് ചെയ്തിട്ട് അവർക്ക് വലിയൊരു റിസർച്ചുകൾ, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അവർ ഡെവലപ്മെൻറ്റ്സ് നടത്തും. അതായത് ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ ആവശ്യമായിട്ടുള്ള പുതിയ കാര്യങ്ങൾ അവർ ഗവേഷണങ്ങൾ നടത്തിയിട്ട് അവരെ പ്രൂവ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇത് ഒരു റിസർച്ച് സക്സസ് ആയാൽ അതെന്ത് ചെയ്യും, അവരുടെ ബുള്ളറ്റിനിലും മാഗസീനിലൊക്കെ അവർ പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതെല്ലാവർക്കും യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ആർക്കത് എന്തൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്ന വെൽ ഡെവലപ്ഡ് കമ്പനീസിന് മാത്രമേ ഇതുപോലത്തെ രീതിയിലുള്ള റിസർച്ചും എക്സ്പെരിമെൻറ്റ്സും ഒക്കെ അണ്ടർടേക്കൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം അത് വളരെ ചിലവുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ ഫിനാൻഷ്യലി സൗണ്ട് ആണെങ്കിൽ പുതിയ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള പല റിസർച്ചുകളും എക്സ്പെരിമെൻറ്റ്സുകളും ഒക്കെ ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടോ ചിലപ്പോൾ മറ്റ് 2-3 ഫേംസ് കമ്പൈൻ ചെയ്തിട്ടും അവർ അണ്ടർടേക്കൺ ചെയ്യും. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ബുള്ളറ്റിനിലും അതുപോലെ ജേർണൽസിലൊക്കെ പബ്ലിഷ് ചെയ്യും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാവർക്കും ഈ ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് പറയുന്നത് എക്കണോമീസ് ഓഫ് ഇൻഫർമേഷൻ. നമുക്ക് ഒരു കോമൺ ആയിട്ടൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ പല രീതിയിലുള്ള സ്റ്റഡീസ് അണ്ടർടേക്കൺ ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ എല്ലാവർക്കും പാസ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയുണ്ട് 2 കൂടി. അപ്പോൾ ഈ സ്ലൈഡിൽ നമ്മൾ 2 പഠിച്ചത്. എക്കണോമീസ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഏരിയയിൽ കുറേ ഫേംസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ അവർക്ക് പല ബാങ്കിങ് സിസ്റ്റം, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും.
അതുപോലെ റിസർച്ച് ഒക്കെ അണ്ടർടേക്കൺ ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ മറ്റ് ഫേംസിന് ഷെയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ മറ്റ് ഫേംസിനും കൂടി ഫ്രൂട്ട്ഫുള്ളായിട്ട് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സും അവർ ചെയ്തു കൊടുക്കും. ഓക്കെ. നെക്സ്റ്റ് ഈസ് എക്കണോമിക്സ് ഓഫ് ഡിസ്ഇൻറ്റഗ്രേഷൻ. When an industry expands, the firms may mutually agree to divide the production process among themselves. Every firm specializes in production of a particular item concerning that industry. This is called disintegration. അപ്പോൾ എന്താണ് ഡിസ്ഇൻറ്റഗ്രേഷൻ ആണ്. ഡിസ്ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിനിപ്പോൾ ഡിഫറെൻറ്റ് പാർട്സുകൾ മാനുഫാക്ചർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഓരോരുത്തരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിൽ ഓരോ പാർട്ടുകളും ഓരോ കമ്പനികളും ഉണ്ടാക്കും. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് 4 കമ്പോണൻസ് വേണമെന്ന് വിചാരിക്കുക, ABCDE. അതിൽ ഒരു കമ്പനി A എന്ന് പറഞ്ഞ പാർട്ട് മാത്രം ഉണ്ടാക്കുക, B എന്ന് പറഞ്ഞ കമ്പനി B പാർട്ട് മാത്രം ഉണ്ടാക്കുക, C എന്ന് പറഞ്ഞ കമ്പനി C പാർട്ട് മാത്രം ഉണ്ടാക്കുക, D എന്ന് പറയുന്നത് 4ാമത്തെ പാർട്ട് ഉണ്ടാക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ A എന്ന് പറഞ്ഞ കമ്പനിക്ക് ആ ഒരു പാർട്ട് ഉണ്ടാക്കേണ്ട കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ 4 എണ്ണം A ഉണ്ടാക്കേണ്ടതായിട്ട് വരും. ഇവിടെ എന്താണ്, നമ്മൾ ഈ 4 കമ്പനികളും തമ്മിലൊരു എഗ്രിമെൻ്റ് ആണ്. നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് 4 പാർട്സ് ആണ് വേണ്ടത്. അതിൽ ഒരു പാർട്ട് മാത്രം ഒരു കമ്പനി, മറ്റേ പാർട്ട് മറ്റേ കമ്പനി, മറ്റേ പാർട്ട് വേറൊരു കമ്പനി. അപ്പോൾ ഓരോരുത്തർക്കും ഒരു ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ അവിടെ എന്തുണ്ടാവും, മിസ്റ്റേക്സും എറേഴ്സും വളരെ കുറവായിരിക്കും. കാരണം അവർക്ക് ആ ഒരു ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യണം, ഈ 4 പാർട്ടും അവർ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ അവർക്ക് മിസ്റ്റേക്സും എറേഴ്സും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു പ്രദേശത്ത് ഒരുപോലത്തെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നിലധികം കമ്പനികൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് നടത്താം, ഡിസ്ഇൻറ്റഗ്രേഷൻ നടത്താനായിട്ട് പറ്റും. അതാണ് പറയുന്നത് മ്യൂച്വലി അഗ്രീസ് ടു ഡിവൈഡ് ദ പ്രൊഡക്ഷൻ പ്രോസസ് എമംഗ് ദംസെൽസ്. അവർ തന്നെ അത് ഷെയർ ചെയ്യാനായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. എവറി ഫേം സ്പെഷ്യലൈസസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ ഐറ്റം. ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് പാർട്ടാണ് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ എന്ത് മാത്രം ഉണ്ടാക്കിയാൽ മതി, ഫസ്റ്റ് പാർട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. Concerning that industry, this is called disintegration. This help to reduce the duplication of work, thereby save time and material. അപ്പോൾ നമുക്ക് ഇങ്ങനെ വീണ്ടും ചെയ്ത പണിനെ വീണ്ടും, അതായത് ഇപ്പോൾ ആദ്യം ഫസ്റ്റ് പാർട്ട് ഉണ്ടാക്കുക, പിന്നെ സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കുക, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്ക് ചെയ്യാനും നമുക്ക് സമയം ലാഭിക്കാനും മെറ്റീരിയൽസ് ലാഭിക്കാനും പറ്റും. It helps to reduce the cost for the member firm in an industry. അതുപോലെ അവരുടെ കോസ്റ്റും കുറയാനുള്ള സാധ്യതയുണ്ട്. എറേഴ്സ് കുറയും. കാരണം ഞാൻ എക്സ്പേർട്ടാണ്, അവർ ഉണ്ടാക്കുന്നതിൽ ഞാൻ എക്സ്പേർട്ടാണ്. അപ്പം മിസ്റ്റേക്സ് ഒക്കെ കുറവായിരിക്കും, വേസ്റ്റേജസ് ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് എക്കണോമിക്സ് ഓഫ് ഡിസ്ഇൻറ്റഗ്രേഷൻ. ഒരുപോലത്തെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനികൾ അതിലത്തെ ഓരോ പാർട്ട് മാനുഫാക്ചർ ചെയ്യുന്നത് ഡിവൈഡ് ചെയ്തിട്ട് കൊടുത്ത് ഓരോരുത്തരും ഓരോ പാർട്ട് മാത്രം ഉണ്ടാക്കാനുള്ള ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ അവിടെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. വേസ്റ്റേജ് ഓഫ് ടൈംസ്, മണി, അതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ. And the fourth one is economics of social development. The employment opportunities increases. The standard of living of the people in the industry, any localized area will rise. അതായത് നമുക്ക് നമ്മുടെ കമ്പനി വന്നതുകൊണ്ട് പലർക്കും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓഫർ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ നമുക്ക് എന്തുണ്ടായി, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി. അതുപോലെ നമ്മുടെ ബിസിനസ് വന്നതുകൊണ്ട് അവിടെയുള്ള ലോക്കൽ പീപ്പിൾസിനും പല പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. നമുക്കറിയാം, ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ചെറിയ കടകളൊക്കെ അതിൻ്റെ സൈഡിൽ ആ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള കടകളൊക്കെ അതിൻ്റെ അടുത്തടുത്തൊക്കെ അവിടുത്തെ ലോക്കൽ പീപ്പിൾ സെറ്റപ്പ് ചെയ്യും. അപ്പോൾ അവരുടെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് എക്കണോമിക്സ് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ ഈ ഇൻഡസ്ട്രി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഏരിയയിലത്തെ പബ്ലിക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും കൂടും. ഓക്കെ. ഇങ്ങനെ 4 ടൈപ്സ് ഓഫ് എക്സ്റ്റേണൽ എക്കണോമിക്സ് ആണുള്ളത്. ആദ്യം എന്തായിരുന്നു, കോൺസെൻട്രേഷൻ ആണ്. അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് വൺ, ഇൻഫർമേഷൻ, പുതിയ ഇൻഫർമേഷൻസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും. ഡിസ്ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് അണ്ടർടേക്കൺ ചെയ്യാനായിട്ട് പറ്റും. സോ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ ലോക്കൽ ഏരിയ അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള പീപ്പിളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും.
ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ കഴിഞ്ഞു. എക്കണോമിക്സ് ഓഫ് സ്കെയിൽ കഴിഞ്ഞ ദിവസം തൊട്ട് എടുത്തു തുടങ്ങിയതാണ്. അപ്പോൾ അത് എക്കണോമിക്സ് ഓഫ് സ്കെയിലിൻ്റെ മീനിങ് പഠിക്കുക. അതിൽ 2 ടൈപ്പ് ഉണ്ട്, ഇൻറ്റേർണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. ഇൻറ്റേർണലിൻ്റെ മീനിങ്ങും അതിൻ്റെ ഒരു 7 ടൈപ്സും പഠിക്കുക. എക്സ്റ്റേണലിൻ്റെ മീനിങ്ങും അതിൻ്റെ 4 ടൈപ്സും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. താങ്ക് യു.